ഇത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നൊരു വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ലക്ഷണമാകാം. ഇപ്പോൾ ഹിസ്ട്രിയോണിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രദർശനാത്മകത എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. എവിടെ ചെന്നാലും സ്വന്തം സൗന്ദര്യവും രൂപവും ഭാവവും സംസാര രീതിയും ഒക്കെ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരുടെ മധ്യത്തിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുക, എല്ലാവരും അവനവനെ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം ഉറപ്പുവരുത്തുക. ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അത്തരത്തിലുള്ളൊരു ശ്രദ്ധ കിട്ടാത്ത ഒരു സാഹചര്യം വന്നാൽ ഇവർക്ക് വല്ലാത്ത അസ്വസ്ഥത വരും, ഇവർ ഇറങ്ങിപ്പോയെന്നിരിക്കും. ഇവരുടെ ജോലിയെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും അത് ബാധിക്കണമെന്നില്ല, വീട്ടിലെ ജീവിതത്തെയും കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ജീവിതത്തെയും ഒന്നും വലുതായിട്ട് ബാധിക്കണമെന്നില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ പ്രത്യേക തരത്തിലുള്ള സംസാര രീതികൾ, ഒരു പ്രത്യേക തരത്തിൽ കൊഞ്ചുന്ന തരത്തിലുള്ള സംസാര രീതികൾ, അല്ലെങ്കിൽ പുരുഷന്മാരെ പെട്ടെന്ന് ആകർഷിച്ച് തൻ്റെ കൂടെ നിർത്തുന്ന തരത്തിലുള്ള ചില സംസാര രീതികളും ശൈലികളും ഒക്കെ അവലംബിച്ചെന്നിരിക്കും. എന്നാൽ ഇവർക്ക് മറ്റ് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഈ പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തണമെന്നോ അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. അവരുടെ എല്ലാം ശ്രദ്ധ തൻ്റെ മേൽ തന്നെ ആയിരിക്കണം, താനൊരു ഫോക്കസ് ഓഫ് അറ്റൻഷൻ ആയിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു നിർബന്ധം. ആ ശ്രദ്ധ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇവർ അസ്വസ്ഥരാകും, ദേഷ്യപ്പെടും, വഴക്കിടും. അത് പലപ്പോഴും ക്രമേണ കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ജോലിസ്ഥലത്തുമൊക്കെ ചില പ്രതിസന്ധികൾക്ക് കാരണമാവുകയും ചെയ്യും. ഇതും നമ്മൾ കൃത്യമായിട്ട് ചികിത്സയിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകൾ ഇവർക്ക് വേണ്ടിവരും. ഇവരുടെ മനസ്സിൻ്റെ വൈകാരിക അവസ്ഥ ക്രമീകരിക്കാനുള്ള മരുന്നുകളും ഇവർക്ക് വേണ്ടിവരും.